മാമനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അയ്യോ ചോദിച്ചോ. സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുക SVK പ്രിയേഷ് എന്നാ, സർവ്വവിജ്ഞാനകോശം പ്രിയേഷ്. മാമ സിനിമ ചെയ്യാനൊക്കെ ആയോ? പിന്നെ വെറുതെ ആണോ 12 ആൽബവും 2 ഹോം സിനിമയും ചെയ്ത്? ഞങ്ങൾക്കൊരു സിനിമ ചെയ്ത് തരാൻ പറ്റുമോ? ഏത് ഞങ്ങള്? ഞാൻ ഇയാൻ സംഘർഷ്, മിന്നൽ മുരളി, അതിന്റെ അഡാപ്റ്റേഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്. മിന്നൽ മുരളിയ? യെസ്, അതിന്റെ സീൻ ബൈ സീൻ വേർഷൻ എല്ലാം പോലെ, പക്ഷെ അഭിനയിക്കുന്നതൊക്കെ ഞങ്ങളാണ്. മുരളിക്കുമ്പോ ചിരിക്കാനും പാടില്ല. അപ്പൊ പറ്റൂലേ? പിന്നെ എനിക്ക് വട്ടല്ലേ നിന്റെ ഒക്കെ മണ്ടകളിക്ക് കൂട്ടുവെക്കാൻ. നീ ഇത് വെറുതെ വെച്ചേക്കല്ലേ. പറ്റില്ലെന്ന് ഫൈനലാക്കി പറഞ്ഞു. നമുക്ക് കുറച്ച് ക്യാഷ് ഓഫർ ചെയ്താ മാമ സമ്മതിക്കൂ? മാമന്റെ അടുത്തുള്ള എന്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ക്യാഷ് ഓഫർ ചെയ്താ ചിലപ്പോ മാമൻ വീഴും. പക്ഷേ ക്യാഷ് ആരും? നമുക്ക് മെഹഫിലിനോട് ചോദിക്കാം. മെഹഫിലോ? മെഹഫില് ശരിക്കും ഭയങ്കര റിച്ചാണ്. അവന്റെ ഫാദറെ അങ്ങ് ബോംബെയിൽ എന്തോ വലിയ ജോലിയാ. പോക്കറ്റ് മണി ആയിട്ട് തന്നെ അവന് നല്ല എമൗണ്ടാ കിട്ടാറ്. എന്തിന്? അവന്റെ വാച്ച് കണ്ടിട്ടുണ്ടോ? G-Shock മോനെ, G-Shock. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടാ, നിന്റെ G-Shock ഏതാ മോഡല്? അയ്യേ, ഇത് G-Shock അല്ല, C-Shock. G-Shockനെക്കാളും ഫീച്ചേഴ്സ് ഉണ്ട് ഇതില്. നീ ഇതിന്റെ കളേഴ്സ് കണ്ട? 2 കളേഴ്സാ. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് സ്പൈഡർമാൻ തീമില. അല്ലെങ്കിൽ G-Shock ഒക്കെ ആരെങ്കിലും വാങ്ങോ? G-Shock ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി ഗൈസ്. ഇനി അങ്ങോട്ട് C-Shock ആണ് ട്രെൻഡ്. നിനക്ക് കാശ് തരാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്, കാശുണ്ട്, പക്ഷേ ഞാനത് PlayStation വാങ്ങിക്കാൻ വെച്ചതാ. ഒരു നല്ല കാര്യത്തിനല്ലേ. നോക്കാം. സമ്മതിക്കോ? സമ്മതിക്കുമായിരിക്കും. ഈശ്വര, സമ്മതിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ വളരെ പ്രൊഫഷണലായ രീതിയിൽ മാന്യമായ പ്രതിഫലമൊക്കെ തന്നിട്ടാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. യെസ്. പിന്നെ ഇവനാണ് നമ്മുടെ പ്രൊഡ്യൂസർ, മെഹഫിൽ ഇംതിയാസ് ഖാൻ. ഇവന്റെ ഫാദറേ അങ്ങ് ബോംബെയിലാ, ബഡാ ടീമാ. സത്യല്ലേ പറഞ്ഞേ? അപ്പോൾ നിങ്ങളെനിക്ക് എത്ര തരും? ഞങ്ങള് മാമനൊരു 2500 രൂപ വരും. പോയടാ. എടാ, 2500 രൂപയ്ക്ക് സിനിമ പിടിക്കാൻ പോയിട്ട് ഒരു 4 പേർക്ക് സിനിമ കണ്ടിട്ട് വരാൻ പറ്റുമോ? നീയൊക്കെ പോപ്കോൺ നിന്ന് 1000 രൂപ കളയല്ലോ. പൊയ്ക്കോ അവിടുന്ന്. മാമാ, ഇത് നീ തോന്നിയ പോലെ കളിക്കരുത്. ഈ ആദ്യം ഗ്രൗണ്ട് റൂൾസ് വലിക്കി മുണ്ടും ഇത്രയും പുറത്തു പോയി കുത്തിയിട്ട് വരണം. അവൻ്റെ ഒരു ഗ്രൗണ്ട് റൂൾസ്. പോയെടുത്തോ? പോയെടുത്തോടാ, എന്റെ പട്ടി എടുക്കും. എന്നാ കളിക്കണ്ട. വേണ്ടടാ, എനിക്കിപ്പോ എന്താ കളിക്കണ്ട. ഞാനിതൊക്കെ എത്ര ഇപ്പൊ തന്നെ എടുത്തുണ്ടോ? പറ്റുമോ ഇല്ലയോ? പറ്റില്ല. അല്ല, അതെ, ഈ സബ്സ്ക്രിപ്ഷൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാലേ എനിക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു ലൈക്ക് പോലും കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയി ഇൻട്രസ്റ്റ് ചെയ്യുന്നതിനാണെങ്കിൽ ഒരു മറുപടിയില്ല. അല്ല, നിങ്ങളുടെ പേരെന്താണ്? ശ്രീലക്ഷ്മി. ഓക്കെ, ശ്രീലക്ഷ്മി, നിങ്ങളുടെ മാട്രിമോണി സൈറ്റിൽ ഞാൻ ഇനി സെർച്ച് ചെയ്യാനായിട്ട് ഒരു പ്രൊഫൈൽ പോലും ബാക്കിയില്ല. വേണമെങ്കിൽ അതിൽ എത്ര പ്രൊഫൈൽ മൊത്തമുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ ശ്രീലക്ഷ്മിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. മാരീഡ് ആണോ? ഹലോ, പറ്റുമോ? ഇല്ല.
ഹലോ സാർ. ആ പ്രിയേഷ്, എത്ര നേരമായിട്ട് വിളിക്കുക? നീ ഇതെവിടെയാ? അയ്യോ, ഉറങ്ങിപ്പോയി സാർ. ആ സോറി. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ തൊഴുത്തില്ലേ? വീടിൻ്റെ ഫ്രണ്ടിലെ തൊഴുത്ത്? ആ അത് തന്നെ, അതൊന്ന് പുറകിലേക്ക് മാറ്റണം. പുറകെ മാറ്റാം സാർ. ഓക്കെ. എന്തിനാണ്? നമ്മുടെ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് ഇല്ലേ, ആ പോർഷൻ വർക്ക് ചെയ്യാൻ ഇതാ സൗകര്യം. ഫൈറ്റാ? ആ അതുപോലെ ആ വെന്റിലേറ്ററിലെ ചുവന്ന പെയിന്റ് മാറ്റി ഇളം ബ്ലൂ അടിച്ചു. സാർ നമ്പർ മാറിയെന്ന് തോന്നുന്നു. ഏ? ഞാൻ കഥ പറയാൻ ചാൻസ് ചോദിച്ചിട്ട് സാറിനെ വിളിച്ചിട്ടുള്ള പ്രിയേഷാണ്. അപ്പോ ആർട്ട് ഡയറക്ടർ പ്രിയേഷ് ചാവക്കാടല്ലേ? അല്ല. എന്നാ പിന്നെ അത് ആദ്യം പറയണ്ടോ?